എന്താ നിങ്ങൾ ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത വീഡിയോസിൽ ഒന്നാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് ഭയങ്കര സിമ്പിൾ ആണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമ്മൾ 3 റൂൾസും ഡിസ്കസ് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 1 ഇസ് ഇഫ് പ്ലസ് V1 ഗിവ് വിൽ പ്ലസ് V1. അപ്പം നിങ്ങൾ പറയും മിസ് എന്താ V1? ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം ആണെന്ന് വിചാരിക്കുക. എന്തൊക്കെയാണ് വേർബിൻ്റെ പ്രസൻറ്റ് ഫോം? ഇറ്റല്ല, ഈറ്റ്, സ്ലീപ്പ്, സിറ്റ്, സ്റ്റാൻഡ്, ഗോ, വാക്ക് ഒക്കെ എന്താണ് വേർബിൻ്റെ ബേസ് ഫോമാണ് അല്ലേ? അപ്പോൾ അതേപോലെ വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഏത് ഫോം വന്നാലും അപ്പുറത്ത് നമുക്ക് വില്ലും അതേപോലെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോമും വരും. ഓക്കെ, വേർബിൻ്റെ ബേസ് ഫോം വരും. അവിടെ ആകുമ്പോൾ സിറ്റ്സ് ഒന്നും വരില്ല, നേരെ ബേസ് ഫോം വരും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇഫ് യു ഈറ്റ് ഷുഗർ യു വിൽ ബി സിക്ക്. അതെന്താണ്? ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വന്നാൽ വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വരും. ഓക്കെ, ഇഫ് ഷീ ക്രൈസ് ടുഡേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് അല്ലേ? പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന V5 ഫോമാണ്. ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് ഫോം വന്നാൽ നിങ്ങൾ എന്ത് പറയും? ഐ വിൽ, നിങ്ങൾ ബേസ് ഫോം ഇടുക, കോൾ മൈ മദർ. ഓക്കെ, അപ്പോൾ വില്ലിൻ്റെ കൂടെ വേർബിൻ്റെ ബേസ് ഫോം വരും. ഒരു എക്സാമ്പിൾ ഇവിടെ, ഇഫ് ഐ സ്റ്റഡി വെൽ. ഇഫ് ഐ സ്റ്റഡി വെൽ, അപ്പുറത്ത് എന്ത് വരും? ഐ വിൽ വിൻ. ഓക്കെ, വില്ലിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ വേർബിൻ്റെ ബേസ് ഫോമാണ് വരിക. ക്ലിയർ ആണല്ലോ? നമുക്ക് റൂൾ നമ്പർ 2ലേക്ക് കടക്കാം. ഇഫിൻ്റെ കൂടെ പക്ഷെ പാസ്റ്റ് വന്നു എന്ന് വിചാരിക്കുക. ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ഫോം ആണ് വന്നതെങ്കിൽ വുഡിൻ്റെ കൂടെ എന്ത് വരും? പ്രസൻറ്റ് ഫോം തന്നെ വരും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇഫ് യു എയ്റ്റ് ഷുഗർ യു വുഡ് ബി സിക്ക്. കണ്ടോ, ബി അതേപോലെ നമ്മൾ എഴുതിയെടുത്തു, വില്ല് എന്തായി? വുഡായി അല്ലേ? ഇനി നമ്മൾ എഴുതിയ ഒരു എക്സാമ്പിളൂടെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇഫ് ഷീ ക്രൈസ് ടുഡേ എന്നുള്ളത് എന്താവും? ഇഫ് ഷീ ക്രൈഡ് ടുഡേ എന്നാവും. ഓക്കെ, അപ്പം നിങ്ങൾ കാണുമ്പോൾ ഇഫിൻ്റെ കൂടെ എന്താണുള്ളത്? പാസ്റ്റ് ആണ്. ഇഫ് ഷീ ക്രൈഡ് ടുഡേ, ഷീ അല്ലല്ലോ, നമ്മൾ എന്തായിരുന്നു ആൻസർ എഴുതിയത്? ഐ വിൽ കോൾ മൈ മദർ എന്നുള്ളത് എന്താവും? ഐ വുഡ് കോൾ മൈ മദർ. കണ്ടോ, കോൾ മൈ മദർ. പിന്നെ നമ്മൾ എഴുതിയ എക്സാമ്പിൾ എന്താണ്? ഇഫ് ഐ സ്റ്റഡി വെൽ, അതെന്താവും? ഇഫ് ഐ സ്റ്റഡീഡ് വെൽ. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് വിൻ. ഓക്കെ, V1 ഫോം തന്നെ ഈസി ആണല്ലോ. അപ്പം റൂൾ 2 എന്ന് പറയുന്നത് ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ പാസ്റ്റ് വന്നാൽ വുഡിൻ്റെ കൂടെ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം വരും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫിൻ്റെ കൂടെ ഹാഡ് വന്നു. പക്ഷെ ഹാഡ് മാത്രം വന്നാൽ മതിയോ? പോരാ, ഇഫിൻ്റെ കൂടെ ഹാഡും വേർബിൻ്റെ തേർഡ് ഫോമും വന്നാൽ അപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഹാഡ് കഴിഞ്ഞിട്ട് പിന്നെയും പാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇഫിൻ്റെ കൂടെ ഹാഡിൻ്റെ കൂടെ V3 വന്നാൽ അവിടെ വുഡിൻ്റെ കൂടെ ഹാവ് വരും, ഹാവിൻ്റെ കൂടെ V3 ഫോം വരും. ചെയ്ത് നോക്കിയാലോ? അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇഫ് ഷീ ക്രൈഡ് ടുഡേ എന്നുള്ളത് എന്താവും? ഇഫ് ഷീ, പിന്നെ എന്ത് വേണം? ഹാഡ് വേണം അല്ലേ? ഹാഡിൻ്റെ കൂടെ എന്ത് വേണം? പാസ്റ്റിൻ്റെ തേർഡ് ഫോം വേണം. ഇഫ് ഷീ ഹാഡ് ക്രൈഡ് ടുഡേ, അപ്പോൾ ഐ വുഡ് ഹാവ്, ഇനി വേർബിൻ്റെ തേർഡ് ഫോം വേണ്ടേ? ഐ വുഡ് ഹാവ് കോൾഡ് മദർ. അല്ലെങ്കിൽ ഇവിടെ ഐ വുഡ് ഹാവ് കോൾഡ് മദർ എന്ന് വരും. ഇനി പറയാണ് ഇഫ് ഐ സ്റ്റഡീഡ് എന്നുള്ള എന്താവും? ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് അല്ലേ? ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്, ഇപ്പോഴത്തെ എന്ത് വരും? ഐ വുഡ് ഹാവ് വൺ. യെസ്, ഇഫ് ഐ വുഡ് ഹാവ് വൺ. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഐ വർ യു. വർ എന്താണ്? V2 ആണല്ലേ? ഇഫ് ഐ വർ യു എന്ത് വരും? ഐ വുഡ് ബി ഹാപ്പി. ഓക്കെ, എന്താ ആൻസർ കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് എന്തായി? വുഡിൻ്റെ കൂടെ V1 വന്നു. ഇനി അടുത്താണ് ഇഫിൻ്റെ കൂടെ ഹാഡ് ഉണ്ട്, പക്ഷെ എന്തുണ്ട്? V3 ഫോം ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പറയും ഇഫ് ഐ ഹാഡ് ഈറ്റൻ ഫുഡ് ഐ വുഡ് have been happy. If I eat today, ഇപ്പം ദാ ഇഫിൻ്റെ കൂടെ ഈറ്റ് ആണ്,
പ്രസൻ്റ് ആണ് അല്ലേ. ഇഫ് ഐ ഈറ്റ് ടുഡേ ഐ വിൽ ബി ഹാപ്പി. ഇത് ഞാൻ എല്ലാത്തിനും ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു സംഭവമാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ആൻസർ വേണമെങ്കിലും എഴുതാം. ഗിവൻ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. ഇഫ് ഐ ഹാഡ് വിങ്സ്, ഇവിടെ എല്ലാവരും തെറ്റിക്കും. എല്ലാവരും പറയും ഓ ഹാഡ് ഉണ്ട്, വെർബിൻ്റെ തേർഡ് ഫോമിലാണ് വരിക. അല്ല, ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ പാസ്റ്റ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്താ വരിക? ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ വരുള്ളൂ. എങ്ങനെയാ ഹാവ് വരില്ല അവിടെ? എന്തുകൊണ്ടാണ് ഹാവ് വരാത്തത്? കാരണം ഇത് V2 ഫോം അല്ലേ. ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് വേർബിൻ്റെ പാസ്റ്റ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് V2 ഫോമിലുള്ള റൂളാണ്. ഓക്കെ. ഇഫ് ഐ ഗോ ഹോം, ഗോ എന്താ നമുക്കറിയാം പ്രസൻ്റ് ആണല്ലേ. ഇഫ് ഐ ഗോ ഹോം ഐ വിൽ ഈറ്റ് ഫുഡ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇത് കഴിഞ്ഞിട്ട് എന്താണ് വരിക എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കുക. ഇഫ് ഉണ്ട്, ഹാഡ് ഉണ്ട്, വെർബിൻ്റെ തേർഡ് ഫോം ഉണ്ട്. എന്നിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കോമെൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ലൈക്ക് ഒരാളെന്നല്ല എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാതെ ഞാൻ പറഞ്ഞു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക.